നമസ്കാരം. ദേശസ്നേഹിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്ന 3 യുദ്ധങ്ങളാണ് അടുത്ത കാലത്തുണ്ടായത്. റഷ്യ ഉക്രൈൻ യുദ്ധം, അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യ പാക് യുദ്ധം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം. ഇവിടെ അമേരിക്ക ഇസ്രായേലിന്റെ പക്ഷം ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു. അവർ പൂർണ്ണമായിട്ടും അവരുടെ സൈനിക ബലം ഇസ്രായേലിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വിന്യസിച്ചുകൊണ്ടിരിക്കുന്നു. പുറകെ UK, ഫ്രാൻസ് പോലെയുള്ള വൻകിട രാഷ്ട്രങ്ങൾ ഇസ്രായേലിനൊപ്പം ശക്തി ചേരിയായിട്ട് രൂപപ്പെടാം. അതേപോലെ തന്നെ ഇറാന്റെ പിന്നിൽ ചൈനയും റഷ്യയും പാകിസ്ഥാനും ഒക്കെ അവരുടെ ഒപ്പം ചേരാം. അപ്പോൾ സംഭവിക്കുന്നത് ലോകത്തിൽ തന്നെ വളരെ വലിയൊരു വിനാശത്തിലേക്കാണ് ഈ യുദ്ധം പോകുന്നത്. ഇവിടെ ലോകത്തിന്റെ നേതൃസ്ഥാനത്തിലേക്ക് വരാനുള്ള ചുവടുവയ്പ്പുകളുമായി ഇന്ത്യ വളരെ വലിയ നയതന്ത്രജ്ഞത നടത്തുന്നുണ്ട്. ഈ ഇന്ത്യയുടെ നിലപാടും ഇന്ത്യയുടെ വാക്കുകൾക്കും ഇന്ന് ലോകം കാതോർക്കുന്നുമുണ്ട്. കാരണം ലോകശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ പറയുന്നത് 2 വിഭാഗങ്ങളും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന നേതൃസ്ഥാനത്തിന്റെ ലെവലിലേക്കാണ് ഭാരതം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനം തകർക്കുന്നതിന് വേണ്ടി ഒത്തിരി ഗിമിക്കുകൾ അല്ലെങ്കിൽ വ്യാജ വാർത്തകളൊക്കെ സൃഷ്ടിക്കപ്പെടാം. അതിലൊന്നും നിങ്ങൾ ചെന്ന് ഇതാവരുത്. കാരണം ഇന്ത്യയുടെ നിലപാട് എപ്പോഴും ലോകത്തിൽ സമാധാനം ഉണ്ടാവണം, മറ്റുള്ളവരെ ഇന്ത്യയെ ആക്രമിക്കാതിരിക്കണം, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാവാത്ത രീതിയിൽ ശക്തമായിട്ടുള്ളൊരു രാഷ്ട്ര സംവിധാനങ്ങൾ രൂപപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ നയതന്ത്രജ്ഞത ഇന്ത്യക്കുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ വാക്കുകൾ ലോകം ശ്രദ്ധിക്കും. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ രാജ്യം വളരെ വേഗം ഒരു ലോക നേതൃസ്ഥാനത്തേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തുന്നു. ജയ് ഹിന്ദ്.